ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും നന്മ നിറഞ്ഞ നല്ലൊരു വിഷു ആശംസകൾ നേരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ വിഷു തലേന്നാണ് കേട്ടോ ഈ വീഡിയോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. കുറച്ച് ദിവസമായിട്ട് നമ്മൾ വീഡിയോസൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വീഡിയോ എടുക്കാനുള്ള ടൈമും ഉണ്ടായിരുന്നില്ല. പിന്നെ ഓരോ സ്ഥലങ്ങളിലേക്ക് പോക്കും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. അപ്പോൾ നമുക്ക് രാവിലത്തെ പണി എന്നും ഇതൊക്കെ തന്നെയാണല്ലേ, വേറെ പ്രത്യേകിച്ച് നമുക്ക് എന്താ പണിയില്ലേ. അപ്പോൾ ഇന്നിപ്പോൾ അമൃതം പൊടിയുടെ പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേട്ടോ. കുറച്ച് ദിവസമായിട്ട് അമൃതം പൊടിയൊക്കെ കിട്ടിയിട്ട് പൊടി ഇപ്പോൾ കുറച്ച് ദിവസമായി കൊണ്ടുവന്ന് വെച്ചിട്ട്, പക്ഷേ നോമ്പൊക്കെ ആയ ടൈമിൽ അങ്ങനെ ഇതൊന്നും ഉണ്ടാക്കുന്ന പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആ സമയത്ത് കൊണ്ടുവന്ന് വെച്ച് തന്നെയാണ്. പിന്നെ ഇപ്പോഴാണ് കേട്ടോ ഞാൻ ഈ പൊടി എടുക്കുന്നത്. മക്കളിടയ്ക്കൊക്കെ ഇങ്ങനെ കഴിക്കായിരുന്നു. പിന്നെ ഇപ്പോൾ കുറച്ച് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് പാത്തൂസിൻ്റെ പാത്തൂസ് പറഞ്ഞ് നമുക്ക് പുട്ട് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അരിപ്പൊടിയൊക്കെ എടുത്ത സമയത്തുണ്ട് പറയുന്നത് മധുരമുള്ള പുട്ട് മധുരമുള്ള പുട്ടെന്ന്. അപ്പം ഇവൾക്ക് അമൃതം പൊടി എന്ന് പറയാൻ കിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി. അപ്പോൾ ചൂടാപ്പയും പറഞ്ഞു ഉമ്മീ പാത്തൂസ് പറയണ അമൃതം പൊടിയുടെ പുട്ടാണെന്ന്. അപ്പോൾ പിന്നെ വേഗം അത് ഉണ്ടാക്കാൻ വെച്ചു. ഇതാണ് നമുക്ക് കറിയുടെ ആവശ്യമില്ല കേട്ടോ. അവർ ചായ ഒഴിച്ചിട്ട് അങ്ങോട്ട് കഴിക്കും, അല്ലെങ്കിൽ ചായ കൂട്ടി കഴിക്കും, അല്ലെങ്കിൽ പഴം കൂട്ടി കഴിക്കും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇതിന് കറിയുടെ ആവശ്യമില്ലല്ലോ. അങ്ങനെ ഞാൻ നാളികേരം ചിരവി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പുട്ടുകുമ്പത്തിൽ വെള്ളവും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതൊന്ന് ചൂടായി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് കുറ്റിയിലേക്ക് പുട്ടുപൊടിയൊക്കെ അങ്ങോട്ട് നിറച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇടാത്ത കാരണം കൊണ്ട് തന്നെ വോയിസ് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ട് വോയിസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ എന്ത് പറയുന്നൊക്കെ ഇങ്ങനത്തെ ഒരു തപ്പിപ്പിടുത്തൊക്കെ ആയിരിക്കും കേട്ടോ. എന്തായാലും ഞാനിതേ ആദ്യത്തെ കുറ്റി ഞാനിതേ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി അതൊന്നായി വരട്ടെ. അപ്പോഴേക്ക് ചോറിൻ്റെ വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. പുറത്തേക്ക് ആവിയൊക്കെ പോയി തുടങ്ങിയിട്ടോ. വേഗം അരി ഇടാം. പിന്നെ നമ്മൾ ചോറ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുടുക്കയിൽ വെക്കുന്ന കാരണം കൊണ്ട് തന്നെ വേഗം വെന്ത് കിട്ടുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ റേഷൻ അരി അല്ല, മറ്റേ എന്തായാലും നല്ല വേവുള്ള അരി ആയാലും പെട്ടെന്ന് തന്നെ ആവുന്നുണ്ട് കേട്ടോ. അധികം നേരമൊന്നും വെയിറ്റ് ചെയ്യണം. നമ്മൾ അകത്ത് പോയി എന്തെങ്കിലുമൊക്കെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വരുമ്പോഴേക്കും ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ചോറിനുള്ള അരിയൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതവിടെ ആവട്ടെ. നമുക്കിനി ബാക്കി പരിപാടി നോക്കാം. പിന്നെ കുറേ പേരുടെ ചോദ്യമുണ്ട്, എന്തായി യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് ഡോളർ കിട്ടിയോ, പൈസ കിട്ടിയോ, എന്താണ് വല്ലതും നടക്കുമോ എന്നുള്ള കുറേ ചോദ്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ആ ചോദ്യത്തിനുള്ള മറുപടിയൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. എല്ലാവർക്കുള്ള മറുപടിയാണ്, എന്നോട് ചോദിച്ചിട്ടുള്ള എല്ലാവർക്കുള്ള മറുപടി ആയിട്ടാണ് ആ വീഡിയോ വരുന്നത്. അങ്ങനെ പുട്ടൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടി കിടക്കാട്ടെ. ഇനി അവർക്ക് ചായ കുടിക്കാൻ കൊടുക്കാം. അടുത്ത വീഡിയോ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നാളത്തെ വീഡിയോ ആയിരിക്കില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ, വിഷുവൊക്കെ കഴിഞ്ഞിട്ടുള്ള, വിഷുവിൻ്റെ അന്നത്തെ വീഡിയോ ആവില്ല, വിഷു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അതിനുള്ള മറുപടി ഞാൻ തരാം. അങ്ങനെ നമ്മുടെ ചാള നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ചാള കിട്ടിയത്. പിന്നെ ഞാൻ വിചാരിച്ചു കുളിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കറി വെക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, വേറെ എന്തെങ്കിലുമൊക്കെ കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ എൻ്റെ കുളി കഴിഞ്ഞപ്പോഴേക്കും മീൻകാർ വന്നു, അങ്ങനെ മീൻ മേടിച്ചു. പിന്നെ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ വേറെ രക്ഷയില്ല. സമയം 12 മണിയായി. ഇനിയിപ്പോൾ ഇത് നന്നാക്കി കറി വെക്കുന്നതിന് നേരമുള്ളൂ. അപ്പോൾ അങ്ങനെ ചാളയൊക്കെ നന്നാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പാത്തൂസ് വന്നിട്ട് എന്നോട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പൂച്ച ഇങ്ങനെ ഓടി കളിക്കുന്നതിൻ്റെ ഒരു പേടിയും ഉണ്ട് ആൾക്ക്. അങ്ങനെ നമ്മുടെ ചാള നന്നാക്കലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ചാള മൊത്തത്തിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് പപ്പക്കായ, അപ്പോൾ ഒരു വലിയ പപ്പക്കായ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ പകുതി എടുത്തിട്ടുള്ളൂ. അത് ചെറുതായിട്ട് നുറുക്കി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് വിസിലടിച്ചെടുക്കുന്നില്ല കേട്ടോ. വിസിലടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പായസം പോലെ ആയിപ്പോവും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അങ്ങനെ അടുപ്പത്ത് വെക്കുക കേട്ടോ. വിസിലൊന്നും ഇടാണ്ട് വെറുതെ ഇങ്ങനെ വെച്ചിട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ആ നേരം കൊണ്ട് നമുക്ക് മീൻ പൊരിച്ചെടുക്കാനുള്ള മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ മീനിന് പകുതി മീൻ ഞാൻ മസാലയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പകുതി നമുക്ക് കറിയിലേക്ക് വന്നു കേട്ടോ. അപ്പം മീനൊക്കെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. മീൻ നന്നാക്കിയ സമയത്ത് സാധാരണ ഞാൻ വരച്ചു കൊടുക്കാറുണ്ട്. ഇന്നിപ്പോൾ എന്താണെന്നറിയില്ല, വേറെ ഏതോ ഒരു ലോകത്തായിരുന്നു കേട്ടോ. അങ്ങനെ മീനൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേഗം ഇതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കണം. അപ്പം ഞാൻ ഈ കുരുമുളക് പൊടി, അതുപോലെ തന്നെ പെരുംജീരകത്തിൻ്റെ പൊടിയൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോട് ഒരാൾ വീഡിയോയിൽ ചോദിച്ചിരുന്നു, പിന്നെ ഈ പെരുംജീരകത്തിൻ്റെ പൊടി എന്തിനാണ് ഉപയോഗിക്കാറ്,
ഇങ്ങനെ മീൻ പൊരിക്കുന്ന സമയത്ത് മസാല കൂട്ടില്ലേ, അതിലേക്ക് നമ്മൾ ഈ പെരുംജീരകത്തിൻ്റെ പൊടി പിന്നെ ചിക്കൻ കറിയിലൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ എന്തായാലും ഇവിടെ റെഡിയാക്കി വെക്കാറുണ്ട് കേട്ടോ. കുറച്ചധികം തന്നെ പൊടിച്ച് വെക്കും. അപ്പോൾ നമുക്ക് മീൻ കറി ഇങ്ങനെ മീൻ പൊരിക്കണേലും അതേപോലെ തന്നെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് അതിലൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം മീൻ ഇതേ മസാലയൊക്കെ പുരട്ടി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പപ്പക്കായ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഉപ്പേരി റെഡിയാക്കി എടുക്കാം. അപ്പം ഞാൻ അതൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളിയും പിന്നെ വെളുത്തുള്ളിയാണ് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ കുത്തുമുളകും അതും കൂടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പേരി കുറച്ചേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഉപ്പേരി ഞാനും 10 ദിവസം കഴിക്കുള്ളൂ. പപ്പക്കായുടെ ഉപ്പേരി സുഡാപ്പി കഴിക്കാറുണ്ടായിരുന്നു. ഇപ്പം എന്താണെന്നറിയില്ല, കുറച്ച് നാളായിട്ട് അത് കഴിക്കുന്നില്ല. അങ്ങനെ വേവിച്ച പപ്പക്കായും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതേ നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കില്ലേ, ഓമക്കായ, കർമൂസ, പപ്പായ, പിന്നെ കറൂത്ത, ഇതൊക്കെയാണ് ഓരോ സ്ഥലത്തെ പേരുകളിൽ. എന്തായാലും ഇവിടെ പപ്പക്കായ എന്നാണ് കേട്ടോ പറയാം. അങ്ങനെ ഞാൻ ഇത് പപ്പക്കായൊക്കെ ഒന്ന് മസാല ഇതൊക്കെ ഇതിലേക്ക് പിടിച്ച് വരുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ഉടഞ്ഞു പോവും. അപ്പോൾ അങ്ങനെ ഇല്ലാതെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ അതേപോലെ തിളപ്പിച്ച് വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വേവും ചെയ്യും, ഉടഞ്ഞും പോകില്ല കേട്ടോ. അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തന്നെ നോക്കുകയും ചെയ്യാമല്ലോ. അങ്ങനെ അത് ഉപ്പേരി അവിടെ ഇറക്കി വെച്ചിട്ട് ഇത് മീൻ പൊരിക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പുറത്തെ അടുപ്പിൽ ഞാൻ ചട്ടിയിൽ തക്കാളി സബോളി വാട്ടാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, നമുക്ക് കറി റെഡിയാക്കി എടുക്കാനായിട്ട്. പിന്നെ ഒരു പച്ചമുളകൊക്കെ ചേർത്തിട്ടാണ് അവിടെ വെച്ചിട്ടുള്ളത്. അതവിടെ സെറ്റ് ആവട്ടെ. അപ്പോഴേക്കും നമുക്ക് ഈ മീനൊന്ന് പൊരിച്ചെടുക്കാൻ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ രണ്ടടുപ്പിലും രണ്ട് പണി നടക്കുമ്പോൾ വേഗം തന്നെ പണി തീരുമല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ വെള്ളത്തിൻ്റെ കാര്യം ഇവിടെ എന്തായാലും തീരുമാനമായിട്ടൊന്നും ഇല്ല കേട്ടോ. 2 ദിവസം വന്നു ഇതായി വീണ്ടും പണ്ടത്തെ ചങ്ങരം തെങ്ങുമേ പറഞ്ഞ പോലെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ. വെള്ളമില്ല. അപ്പോൾ പാത്രം കഴുകാൻ ഒരു ലോഡുണ്ട്. അത് കാണിച്ചു തന്നാൽ നിങ്ങളുടെ ബോധം പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതങ്ങ് കാണിക്കുന്നില്ല കേട്ടോ. അങ്ങനെ മീനൊക്കെ ഇതവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കതൊന്നും അങ്ങോട്ട് മാറ്റാം. എന്നിട്ട് നമുക്ക് മീൻ കറിയുടെ ചട്ടി ഉണ്ടല്ലോ, അത് ഇവിടേക്ക് എടുത്ത് വെക്കാം കേട്ടോ. ഇപ്പുറത്തെ അടുപ്പിൽ നിന്ന് റെഡിയാക്കി എടുക്കുകയായിരിക്കും നല്ലത് എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഞാൻ അപ്പുറത്തായാലും കുറച്ചിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. തക്കാളിയും സബോളയും പച്ചമുളകൊക്കെ നല്ലപോലെ ഇങ്ങനെ വാടി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം പുളിയും കൂടി പിഴിഞ്ഞ് ഒഴിച്ചത് കറി ഒന്നിങ്ങനെ സെറ്റാക്കാൻ വെച്ചിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചാള ചേർത്ത് കൊടുക്കാം. ചാള ചേർത്ത് കൊടുത്ത് ചാള ഇതേപോലെ തന്നെ നന്നായി തിളച്ച് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ആയതിന് ശേഷം കുറച്ച് കറിവേപ്പിലും പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീൻ കറി സെറ്റായിട്ടോ. അപ്പോൾ ഇത് ഞാൻ മൊത്തത്തിലൊന്നും കാണിക്കാത്ത എന്താണെന്ന് വെച്ചാലേ കുറേ പേർക്ക് അറിയാം ഈ മീൻ കറിയുടെ റെസിപ്പിയൊക്കെ. ഇനി ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനാ ബോറടിപ്പിക്കണേന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും വിഭവങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ വൈകുന്നേരം വിഷുവിന് തലേ ദിവസമാണല്ലോ. അപ്പോൾ കുറച്ച് കമ്പിത്തിരിയും പടക്കവും ഒക്കെ ആയിട്ട് മേടിച്ചിട്ടുണ്ട് കേട്ടോ. മൂളിയൊക്കെ ആയിട്ട് മേടിച്ചിട്ടുണ്ട്. അപ്പം മക്കൾ അതിങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. 10 ദിവസം ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ കയ്യിൽ പിടിച്ച് കത്തിക്കുന്നത്. അവൾക്ക് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ സുഡാപ്പിക്ക് ആ പേടിയൊന്നുമില്ല കേട്ടോ, ഒട്ടും പേടിയില്ല. കാക്കാനങ്കായും പേടിയില്ലാത്ത ആളാണ് സുഡാപ്പിയാണ് കേട്ടോ എല്ലാം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പറയുന്നിട്ട് കേൾക്കുന്നേ ഇല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം.